നമ്മൾ ഇന്ന് എന്തോന്ന് വർക്ക് ചെയ്യും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം നമ്മുടെ ഏരിയയൊക്കെ ഒന്ന്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ബേസ് ഒന്ന് കാണിച്ചു തരാം. ബേസ് എന്ന് പറയുന്നത് നമ്മുടെ വീടും, നമ്മളൊരു ട്രീ ഫാമാണിത്. ഇഷ്ടപ്പെട്ടോ? പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കൃഷിയുണ്ട്. കേവിനകത്ത് മഴ. ഇതെങ്ങനെ? മേലെ റൂഫുണ്ട് എന്നിട്ട് മഴ. ഗെയിം ഗ്ലിച്ച്. ചിലപ്പോൾ ഈ ഷെയ്ഡറിൻ്റെ കുഴപ്പമായിരിക്കും. ഓരോ ഷെയ്ഡറിലൊക്കെ ഓരോന്നല്ലേ. അപ്പോൾ ഇതിൽ തന്നെ നല്ല ഇരുട്ട്. ഇവിടെയൊക്കെ കണ്ടോ, ഫുള്ള് ഇരുട്ടാണ് മക്കളെ, ഇരുട്ട്. ഇതിന് നമുക്കെന്തായാലും വെളി ലോകത്തേക്ക് ഞാൻ പോകാറില്ല. ഞാൻ കംപ്ലീറ്റ് ഈ കേവിലാണ് സർവൈവ് ചെയ്യണേ. അതിനാണ് ഞാൻ കുറച്ച് ട്രീ ഒന്നും അധികമല്ല നമ്മളടുത്ത്, മരവും തടിയൊന്നും. പിന്നെ എന്താ പെട്ടിയിൽ ഞാൻ കളിച്ചിട്ടൊക്കെ ഉണ്ട്. കുറച്ച് പിക്കാക്സ് ഇതൊക്കെ തന്നെ ഉള്ളൂ. ഫുഡിനൊന്നും ആവശ്യമായിട്ടില്ല, എല്ലാം ഒന്നുമില്ല. ഇതിലും കുറച്ച് ഐറ്റംസ് ഉണ്ട്. അയൺ ആർമറായിട്ട് നമ്മൾ അയൺ ആർമർ ഉണ്ടാക്കിയത്. ഈ കേവിൽ തന്നെ അത്യാവശ്യം അയൺ കിട്ടി നമുക്ക്. ഓ, അതെന്താ ഗ്ലിച്ചടിഞ്ഞു. ഒരു നേരത്തേക്കൊന്ന് സ്റ്റെക്കായിപ്പോയി നമ്മുടെ. എന്ത് ചെയ്യും നമ്മൾ? നമുക്ക് ഷെയ്ഡർ ഓഫ് ആക്കണം. അയണ് അയൺ ടൂൾസിലോട്ട് മാറാം. അയൺ ടൂൾസും വെപ്പൺസും ഫുൾ നമുക്ക് അയണാക്കാം. ടൂൾസൊന്നും നമ്മൾ അയണാക്കിയിട്ടില്ല. പിക്കാക്സും ഉണ്ടാക്കുന്നുണ്ട്, ഷവലും ഉണ്ടാക്കുന്നുണ്ട്, ഹോയും ഉണ്ടാക്കുന്നുണ്ട്. ടോർച്ച് കഴിഞ്ഞു. ഇവിടെ ഗോൾഡാണുള്ളത്. ഞാൻ വിചാരിച്ചു അയണായിരിക്കും. അടുത്ത മന്തോന്നിയും നമുക്ക് മേലോട്ട് പോയേക്കാം. ഇതിനെ മുകളിലോട്ടങ്ങ് ചാടി കയറാം നമുക്ക്. ഓ, മഴ ചെയ്തപ്പോഴൊക്കെ തിളങ്ങണ്. ഞാനത് നീന്താത്തത്. നീന്തല്ലേ, നീന്തുമ്പോൾ കൺട്രോൾ കിട്ടുന്നില്ല, വേറെ കാര്യം. ഇത് മഴ ചെയ്യുമ്പോൾ ഇത് ബോറാണ്. ഇതിൽ കംപ്ലീറ്റ് ബോർ. ഞാൻ ഇത്ര കൂട്ട് പ്രതീക്ഷിച്ചില്ല ബോറാവും. അവിടെ എന്താ? മരം. ഇതിലാകെല്ലൊരു ഷെയ്ഡറാണിത്, വേറെ ഷെയ്ഡറൊന്നും ഇല്ലേനും. നമ്മൾ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എനിക്കും ടൈം കിട്ടാനിട്ടല്ല, നെറ്റ് കിട്ടാനിട്ടാണ്. നെറ്റിന് കുറച്ച് നമുക്ക് പ്രോബ്ലം വേണ്ട. ഇനി രാത്രി ആവാനായോ? അതും അറിയില്ല. ഇതിലൊക്കെ കണക്കാ ഈ ഷെയ്ഡറിൽ. എനിക്കൊരു ബെഡ് വേണം. ബെഡ്
വീട്ടിൽ നിന്ന് എടുക്കാനും മറന്നു പോന്നപ്പോൾ. പിന്നെ പൈതലായി നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് നെതറിൽ പോകണം. നെതർ ഉണ്ടാക്കണമെങ്കിൽ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കുറച്ച് ലാഭ എന്തെങ്കിലും കിട്ടും. ലാഭ കിട്ടണം. ഇത് 1.17 നോർമലാണ്. അപ്പോൾ ഇതിനകത്ത് കേവും ഒന്നുമില്ല. കേവിൻ്റെ അത് എക്സ്പെരിമെൻറ്റിൽ ഞാൻ ഓണാക്കിയിട്ടില്ല. അങ്ങനെ ഓണാക്കുകയാണെങ്കിൽ നമുക്ക് ഡയമണ്ടൊക്കെ കിട്ടാൻ എളുപ്പമാണ്. നേരെ മൈൻ ചെയ്ത് പോയാൽ മതി. ഇതിനകത്ത് കേവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. വില്ലേജർ നമുക്ക് പിന്നെ ഇങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇവിടെ ഫുഡോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക്. ബെഡില്ലാത്തതൊരു ഇഷ്യൂ ആണ്. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ നമുക്ക് എന്തായാലും ഈ ബെഡ് ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കാം. റൈറ്റ് ക്ലിക്കാണ് നിൽക്കണം. നമുക്ക് ഇത് ചെയ്യാൻ എക്സ്പ്ലോർ ചെയ്യാം. ഇതുവഴി എക്സ്പ്ലോർ ചെയ്യാം. കോർഡിനേറ്റ് എനിക്ക് ഓർമ്മയില്ല. കോർഡിനേറ്റ് ഒരു മിനിറ്റ്. കോർഡിനേറ്റ് ഒന്ന് എന്തെങ്കിലും ഇട്ടോട്ടെ. കോർഡിനേറ്റ് നമ്മൾ ഇങ്ങനെ എടുക്കും. ബാക്കടി ഇതിപ്പോൾ എന്തായത്? കോർഡിനേറ്റ് ഇങ്ങനെ 1350 ഇത് കടന്നോട്ടെ. ചാറ്റിൽ കടന്നാൽ നമുക്ക് ചാറ്റ് എടുത്ത് നോക്കിയാൽ പോരെ. നമുക്കിനി മേലോട്ട് പോകാം. നമുക്ക് ഓക്കെ 11 ആയതുകൊണ്ട് ഞാൻ പെരിയിൽ വെക്കാതെയും പോകുന്നു അല്ലേ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, പറപ്പിച്ചു വിടാം. പറപ്പിച്ചങ്ങ് പോകില്ല. പിന്നല്ല മരങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. വേറെ കാര്യമായിട്ട് നമുക്കൊന്നും ഇവിടെ കിട്ടാനില്ല. ഒന്നാമത് ഈ മഴയായിട്ട് ഒന്നും കാണുന്നില്ല. മഴ ചതിച്ചു. കോട്ട എടുക്കാനും മറന്നു നമ്മൾ. എന്താ വില്ലേജ്? ഇതിന് ഈ മരങ്ങളൊക്കെ കണ്ടു. ഇതിനകത്ത് ലോങ്ങിരിക്കുമ്പോൾ വല്ല വില്ലേജ് നിൽക്കുന്ന പോലെ ആ ഒരു സ്ഥലത്തൊക്കെ നോക്കുമ്പോൾ. നമുക്കിനി നേരെ പോവാം. പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ലെന്നറിയാം. എന്നാലും പൊട്ടേറായിട്ട് വെള്ളത്തിനടിയിൽ മഴ. എന്താലേ കുതിര എനിക്ക് കുതിരനെ വേണം. സ്വിച്ച് മാറി. ഇങ്ങോട്ട് കുതിരനെ തല്ലിക്കൊന്നു. കുതിര ലാഗ് അടിക്കണ്. കുതിര ഫ്രണ്ടായി. കുതിര ചത്തു. പിന്നെ ലാഗ് നല്ല പോലെ വരുന്നുണ്ട്. റണ്ണർ കുറച്ചിടാം നമുക്ക്. റണ്ണർ ഡിസ്റ്റർ ഇത് വേണമെങ്കിൽ വേണ്ട. അത് പിന്നെ നമുക്ക് റെഡിയാക്കാം.
10,000 റണ്ണർ ഫുൾ കുറച്ചിടാം. ഇപ്പം ലാഗ് പോയോ? രാത്രിയായി തോന്നുന്നു. മട്ടും ഭാവം കണ്ടിട്ട് നമുക്ക് രാത്രിയായി തോന്നുന്നുണ്ട്. നമുക്ക് നമ്മുടെ ബെഡ് എടുക്കാം. ബെഡ് വൈ അല്ല യു അല്ല ഓ ഓ ഓ ഞാൻ എന്താ പറഞ്ഞത്? രാത്രിയായില്ലേ? പിന്നെ രാത്രിയായി, നേരം വെളുത്തു, മഴ പോയില്ല. ഇനി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാതെ എഡിറ്റ് ചെയ്യണേ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യണേലും കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം സ്റ്റോറേജ് ഇല്ല ഫോണിൽ. ഇത് എഡിറ്റ് ചെയ്തൊന്ന് എക്സ്പോർട്ട് ചെയ്യാനില്ല, സ്റ്റോറേജ് ഒന്നുമില്ല. ഇത് റെക്കോർഡ് ചെയ്തെടുക്കുമ്പോൾ ഒരു 2-3 GB ആണ് വീഡിയോ. മിനിറ്റ് കൂടുന്നതിനനുസരിച്ച് GB കൂടും. അപ്പം അതിനൊന്ന് എഡിറ്റ് ചെയ്താക്കുമ്പോഴത്തേന് വീണ്ടും വേണ്ടി വരും അതേ GB. അത് അത്ര നമ്മുടെ ഫോൺ താങ്ങൂല. ഒരു 4 GB റാമൊക്കെ ഉണ്ടെങ്കിൽ നോക്കായിരുന്നു. നമ്മുടെ നല്ല അടിപൊളി 2 തേനീച്ചകളുണ്ട്. തേനീച്ചനെ കൊന്നാലോ? നമുക്ക് നേരെ മുന്നിലോട്ടാണ് പോവാം. പിന്നെ ഞാൻ ഇത് തിരിച്ചു പോകാനെന്ന് ആലോചിക്കുമ്പോഴേക്കാണ് അതിന് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇല്ലല്ലോ. ഇത് നമ്മൾ നേരെ എക്സ്പ്ലോർ. പിന്നെ ഒന്നാമത് ഇഷ്ടപ്പെട്ട എന്താ പറയുക, ഫുൾ പ്ലെയിൻസ് ബയോമാണ്. പ്ലെയിൻസ് നമുക്ക് വീടൊക്കെ പണിയാണെങ്കിൽ തന്നെ നല്ല പ്ലെയിൻസ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് വീട് പണിതാലൊന്ന്. ലാവ പൂളുണ്ടല്ലോ ഇവിടെ, ലാവ പൂൾ. ഇത് വെച്ചിട്ടാണ് നമുക്കൊരു പോർട്ടൽ റെഡിയാക്കാം. നമുക്കൊരു ബക്കറ്റ് ലാവ എടുക്കാം. വീട്ടിലേക്ക് പോകാം. നമുക്ക് വീട്ടിലേക്കല്ല, പെരിക്ക് പോവാം. മരമൊന്നും കളയില്ല. മരമൊക്കെ റയറാണ്. നമ്മളെ കേവിലല്ലേ ഇപ്പം പാർക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മരമൊക്കെ റയറാണ്. നമുക്കെന്തായാലും ഈ ഒരു ഏരിയക്ക് വെച്ച് പിടിക്കാം. വെച്ച് പിടിച്ചു. ഇതാണ് ചൊറ. നമുക്കൊരു കാര്യത്തിന് പോകുമ്പോൾ ഇതിനോട് 5 ഓക്കെ. 5 എടുത്തിട്ട് വരണം. ഇനി പെരിക്ക് പോകാം. അതിൻ്റെ മുന്നേ നമുക്ക് എൻ്റെ മൗസ് ഒന്ന് കണക്ട് ചെയ്തിട്ട് മൗസിൻ്റെ വർക്കാവില്ല. അത് വേറെ കാര്യം. മൗസ് വർക്കാവില്ല. അതെന്താ വെച്ചാൽ ഞാൻ ഓഫാക്കിയിട്ടിരിക്കുകയാണ്. കീബോർഡ് ഓൺലി ആയിരുന്നു. പക്ഷെ ഞാൻ മൗസ് തന്നെ കണക്ട് ചെയ്ത് ചോദിച്ചാൽ ഇതിന് വേറൊരു ഉപകാരമുണ്ട്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക, എന്നിട്ട് പിന്നെ കീബോർഡ് ജമ്പ് നിൽക്കാതെ ചാടാ. നമുക്ക് കറക്റ്റ് ഡയറക്ഷനാണോ ഒന്ന് നോക്കുക. എന്നിട്ട് പിന്നെ ഞാൻ കാണിച്ചാൽ പിന്നെ പിടിക്കുക, ജമ്പിങ് ചെയ്യുക, പോവുക. ഡയറക്ഷൻ കറക്റ്റാണെങ്കിൽ ഡയറക്ഷൻ കറക്റ്റല്ല.
ഈ ഡയറക്ഷനേക്കാണ്. അപ്പോൾ ഇതുവഴി നമുക്ക് നേരെ പോകാം. നമുക്ക് എന്തായാലും ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം. കുറച്ച് മരവും കാര്യങ്ങളൊക്കെ മുറിച്ച് ഒരു വീട്, ബേസിക് വീട് പണിയാം. അങ്ങനെ ഉണ്ടാവും. നിങ്ങൾക്കും ഇഷ്ടപ്പെടുക നമ്മളെ വീട്. ബീച്ച് ലോഗുണ്ട്, മറ്റേ ബീച്ച് ലോഗല്ല ഇതിൽ വെള്ളമരത്തിന് ഇപ്പം പോയതിനാണല്ലേ. ഇതിനകത്ത് വലിയ കേവുകളൊന്നുമില്ല. ഓക്കെ, ഡയറക്ഷൻ ഇത് തന്നെയാണ് തോന്നുന്നത്. നമുക്ക് ചാർട്ട് എടുത്തു. 350 അല്ലേ, ഒരുപാട് മുന്നിലോട്ട് വന്നു അല്ലേ. ഹങ്കർ ബാർ പോയി, നോക്കില്ല. എന്താ ഞാനും വിചാരിച്ചു എന്താണ് ഓടാത്തത്. ഹങ്കർ ബാർ വേണ്ടേ. ഇനി ഓടും. ഓക്കെ, ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് വെക്കണം. നമ്മൾ നേരെ നമ്മളെ വില്ലേജിലേക്ക് വെക്കണം. നമുക്ക് തെറ്റാറില്ല. അതെ, വില്ലേജ് എത്തി. ഇനി നമുക്ക് അടുത്ത പരിപാടി കുറച്ച് മരം മുറിക്കണം, പിന്നെ കുറച്ച് വീട് വെക്കണം. പിന്നെ ബീച്ചിലൊക്കെ വെച്ച് നമുക്ക് വീട് പണിയാം. അതൊരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ലോഗ്. ലാഗ് അടിക്കുന്നു മരത്തിൻ്റെ മേലോട്ടൊക്കെ നോക്കുമ്പോൾ ലാഗ് അടിക്കുന്നു. അതെന്താ എന്താ ലാഗ്. ഫുൾ റണ്ണർ നമ്മൾ കുറച്ചിട്ട് എന്നിട്ടും ലാഗ്. അപ്പം എന്താ ഈ മരങ്ങളെ അളകണോണ്ടാ തോന്നുന്നുണ്ട് ലാഗൊക്കെ ആയിരുന്നു. പക്ഷെ താഴ്ന്നു കുഴപ്പമില്ല, നമുക്ക് മേലോട്ട് ഇങ്ങനെ നോക്കി പൊട്ടിക്കുമ്പോൾ ലാഗ് അടിച്ചു. നല്ലൊരു ഫോൺ എടുക്കണം നമുക്ക്, പിന്നെ പറയേണ്ടിയില്ല. നമ്മൾ കിടിലം ഗെയിം പ്ലേക്കാണ്. എന്തായാലും ഒരു 5 എടുക്കാം. 5x5 വീട് പണിയാം. അത് നല്ലൊരു തീരുമാനമായിരിക്കണം. ബീച്ച് ലോഗ് കഴിഞ്ഞു. ഓക്ക് ലോഗ് എടുക്കേണ്ടി വരും. ഓക്ക് ലോഗ് കൊടുത്തു. കുറച്ച് മരം നമ്മളെ പെരിയിലുണ്ട്, അടുത്തുണ്ടല്ലോ. ഓക്കിലോഗ് നമ്മളെ പെരിയിലുണ്ട്, അടുത്തുണ്ടോ കാര്യം പറയാം. നമുക്ക് വേറെ വീട് പണിതാൻ മതി. കേവാണല്ലേ. പിന്നെ ഇവിടെ ലാവല്ല, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പൊട്ടിച്ചെടുത്ത് ഈ പോർട്ടൽ റെഡിയാക്കിയാൽ മതി. ഇത് ഈ ഗോൾഡ് ബ്ലോക്ക് എടുക്കാം. അയൺ പിക്കാക്സ് ഉണ്ടാക്കണം. നമുക്ക് എന്തായാലും അയൺ പിക്കാക്സ് ഉണ്ടാക്കണം. ബീച്ചുണ്ട് ഇവിടെ. കാണുന്ന ബീച്ചൊക്കെ നമുക്ക് പൊട്ടിച്ചോണ്ടാവാം. പിന്നെ എല്ലാവരും ഒന്ന് പരമാവധി ഒന്ന് ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ അയങ്കോളത്തിന് തട്ടിയാലോ? വേണ്ട, നീ എൻ്റെ വാളുകൊണ്ടായിരുന്നു നിൻ്റെ മരണം. ഞാനങ്ങനെ ഓരോ നേരത്തും ഓരോന്നിക്കും ഞാൻ ചിലപ്പോൾ അയങ്കോളത്തിനെ കാണുമ്പോൾ ഒന്ന് ചെറുതായിട്ട് തൈകി കൊടുക്കും. അയങ്കോളല്ലേ ആള് പറപ്പിച്ച് വിടും നമ്മളെ. നമുക്കിവിടെ കുറച്ച് ആടുകളും കോഴികളും ഉണ്ട്. പിന്നെന്തിനാ മോനെ കെട്ടാനാ? സ്വിച്ച് ഓഫ് ആയി. ഒരു മിനിറ്റ്.
എൻ്റെ സിസ്റ്റം ക്രാഷായി. എന്താണാവോ, ഡിസ്പ്ലേ അങ്ങോട്ട് ഓഫായി. സ്ക്രീൻ ഓഫായി. ഞാനൊന്നും ചെയ്തിട്ടില്ല. സ്ക്രീൻ അടക്കം ഓഫായി പോയി. നമ്മളെ മൗസിൻ്റെ കണക്റ്റ് പോയി, ജമ്പ് ചെയ്യാൻ പറ്റില്ല. രാത്രി ആവാനായി. നമുക്ക് വീട്ടിൽ പോകാം. ഫസ്റ്റ് നമുക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് എൻ്റെ മരങ്ങളൊക്കെ എടുത്തോണ്ടിരാം. കുറച്ച് മരം നമ്മൾ മുറിച്ച് വെച്ചിരുന്നു, അതും. പിന്നെ നമുക്ക് എവിടെ വീട് പണിയെന്ന് എനിക്കറിയില്ല. നമുക്കൊരു നല്ല കിടിലം പോലത്തെ ഒരു പെര അവിടെ കയറ്റണം, കൊട്ടാരം പോലത്തെ. അപ്പം ആ കൊട്ടാരം നമ്മൾ എവിടെ പണിയും ഒന്ന് നോക്കട്ടെ. സ്ഥലം നോക്കണ്ടേ? ഇവിടെ ലാവ ബക്കറ്റ് ഉണ്ട് നമ്മളടുത്ത്. ലാവ നമുക്ക് തൽക്കരുത്തി ഇവിടെ ഇവിടെ ഒഴിച്ചിട്ടും. എന്താ ഉണ്ടായത്? ഞാൻ ക്ലിക്ക് ചെയ്യാൻ നോക്കിയാ വാട്ടർ ബക്കറ്റ് പ്രോ പ്ലെയർ ആണെന്ന് കരുതി എടുത്ത് ചാടിയതാണ്, ചത്തു. നമ്മളെ ബേസ് അവിടെ കിടക്കുന്ന ബേസ്. എൻ്റെ സാധനങ്ങൾ ഫുള്ള് പോയി. നിനക്കെന്തിൻ്റെ കേടായിരുന്നു? ഇവിടെ നിന്ന് ഇതിലോട്ട്. ഓക്കെ, നമ്മുടെ ഐറ്റംസ് ഫുൾ. ചിക്കനൊക്കെ ഇതിലെ തെറിച്ച് കിടക്കും. നമ്മളെ ചിക്കൻ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇടാം. ഇത് ഇടാൻ പറ്റില്ല. ഓക്കെ, ആർമർ ഫുൾ ഇട്ടു. അല്ല, പിന്നെ എൻ്റെ സോഡ് കാണാനല്ല. സോഡ് കാണുന്നില്ല. എൻ്റെ സോഡ് എവിടെ പോയി? നമുക്ക് എൻ്റെ സോഡയിൽ തെറിച്ച് പോയി വന്നു. നമുക്ക് കിടക്കുന്നു എൻ്റെ സോഡ്. നമ്മുടെ വടിയും. നമുക്ക് സോഡ് എടുത്തിട്ട് ഇങ്ങോട്ടിടാം. ചത്തു. നമ്മുടെ ഐറ്റംസൊക്കെ ഇവിടെ താഴെ കിടക്കണം. എന്താ ഗ്ലിച്ച്? ഇവിടെ എന്തോ ഗ്ലിച്ച് സംഭവിച്ചു. നമുക്കിവിടെ ആക്കി. നമുക്ക് ഈ ഒരു ഏരിയയൊക്കെ പിന്നെ റെഡിയാക്കി എടുക്കണം, അറിയാലോ. എല്ലായിടത്തോളം മരമൊക്കെ എടുത്തുണ്ടാവും. ഒരു മരം എൻ്റെ മുട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇവിടെ ഇതിലും മരമല്ല. നമുക്ക് മരം എടുക്കണം.
ഇനി വീട് എവിടെ പണിയെന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് ഇതിൻ്റെ മേലെ എവിടെയെങ്കിലും ഒരു വീട് പണിയാം. പിന്നെ ഈ ഒരു സ്ഥലമൊക്കെ നമുക്ക് നേരാക്കി എടുക്കണം. ഇവിടെ ആകെ അലങ്കോലാണ്. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് നേരാക്കി എടുക്കണം. ഫുള്ളൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വേണം ഇവിടെ ബേസ് പണിയുന്ന കാര്യം ആലോചിച്ചാൽ. പിന്നെ നമ്മൾ ആദ്യം ഡയമണ്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ ടൂൾസ് ഉണ്ടാക്കണം. ഡയമണ്ട് പിക്കാക്സ് എന്തെങ്കിലും. എന്നാൽ പിന്നെ ഒന്നുകൂടി എളുപ്പമാക്കരുത്. ഈ അയണും സ്റ്റോണൊന്നും വെച്ചിട്ട് ഒരു പരിപാടിയും നടക്കില്ല. ഫാസ്റ്റ് ഇല്ല.